വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം യൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: യഹൂദരുടെ ഏത് തിരുനാൾ അടുത്തിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 2: യേശു തന്റെ ആടുകൾക്ക് എന്ത് നൽകുന്നു? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 3: അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗലാത്യ 4-ാം അധ്യായം 5-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 4: ആദിയിൽ വചനം ആരോടുകൂടെ ആയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തോടു കൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 5: യേശു ഈ വാക്കുകൾ പറഞ്ഞിരുന്നത് ദേവാലയത്തിന്റെ ഏത് സ്ഥലത്താണ്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭണ്ഡാര സ്ഥലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 6: ശിഷ്യർ ഉറക്കത്തെക്കുറിച്ച് എന്ത് വിചാരിച്ചു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശ്രമനിദ്ര. ക്വസ്റ്റ്യൻ നമ്പർ 7: ആര് ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എബനേസറിൽ നിന്ന് അഷ്തോദിലേക്ക് കൊണ്ടുപോയി? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 8: ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ വചനം? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 9-ാം അധ്യായം 25-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 9: മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും അപ്പസ്തോലനായിരിക്കുന്ന ആരെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 10: എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ എന്തായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വെളിച്ചമായി. ക്വസ്റ്റ്യൻ നമ്പർ 11: യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും പൗലോസായ ഞാൻ ആരായി എന്നാണ് ഗലാത്യ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അപ്പസ്തോലൻ. ക്വസ്റ്റ്യൻ നമ്പർ 12: ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് എന്ത് നൽകിയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാക്ഷ്യം. ക്വസ്റ്റ്യൻ നമ്പർ 13: യേശു ജനത്തിൽ നിന്ന് എന്ത് ചെയ്തു? യോഹന്നാൻ
8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മറഞ്ഞ് പുറത്തുപോയി. ക്വസ്റ്റ്യൻ നമ്പർ 14. അവൻ നല്ല മനുഷ്യൻ എന്ന് രഹസ്യമായി പറഞ്ഞവർ ആര്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ചിലർ. ക്വസ്റ്റ്യൻ നമ്പർ 15. യേശു മനുഷ്യരെ പറ്റി അറിയാൻ മറ്റാരുടെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. ഇത് ഏത് സമയത്തെ പറ്റിയാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പെസഹായ്ക്ക് സമയത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 16. ലാസർ ഏത് ദിവസമാണ് മരിച്ചതെന്ന് പറഞ്ഞിരുന്നത്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 4. ക്വസ്റ്റ്യൻ നമ്പർ 17. തിരുനാളിന് മഹാദിനത്തിൽ ദാഹിക്കുന്നവർ എന്ത് ചെയ്യണമെന്നും യേശു പറഞ്ഞു? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവന്റെ അടുക്കൽ വന്ന് കുടിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 18. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കുമായിരുന്നില്ല എന്നാദ്യം പറഞ്ഞത് ആര്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മർത്ത. ക്വസ്റ്റ്യൻ നമ്പർ 19. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ഡാഷ് നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 20. കാറ്റ് ഡാഷ് വീശുന്നു, തിരിഞ്ഞ് വടക്കോട്ട് വീശുന്നു, വീണ്ടും തെക്കോട്ട്, അങ്ങനെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തെക്കോട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 21. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും എന്തിനു വിധേയരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശാബത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 22. യേശുവിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞത്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, എന്റെ വചനത്തിൽ നിലനിൽക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 23. യേശു തന്റെ പിതാവിനെ എന്തെന്ന് വിളിച്ചു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 24. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസിൽ ഡാഷ് ഉയർന്നിരിക്കുന്നു, എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കർത്താവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 25. നിന്റെ മകൻ ജീവിക്കും. ഈ വാക്കുകൾ കേട്ട് എത്ര മണിക്കൂറിൽ പനി വിട്ടു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 7. ക്വസ്റ്റ്യൻ നമ്പർ 26. അവനോടൊത്ത് 15 ദിവസം താമസിക്കുകയും ചെയ്തു. പൗലോസ് ആരെ കുറിച്ചാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കേപ്പ. ക്വസ്റ്റ്യൻ നമ്പർ 27. എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ എ യേശു. ക്വസ്റ്റ്യൻ നമ്പർ 28. അവളാണ് നമ്മുടെ അമ്മ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്വർഗീയ ജെറുസലേം. ക്വസ്റ്റ്യൻ നമ്പർ 29. ശിഷ്യന്മാർ മിച്ചം ശേഖരിച്ചത് എപ്പോഴാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അവർ തൃപ്തരായ ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 30. ബേത്സൈദ എന്ന വാക്ക് ഏത് ഭാഷയിലാണ്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഹെബ്രായ. ക്വസ്റ്റ്യൻ നമ്പർ 31. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനല്ലെന്ന് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശിക്ഷിക്കാനല്ല. ക്വസ്റ്റ്യൻ നമ്പർ 32. പലരും യേശുവിൽ വിശ്വസിച്ചത് എന്തിന്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അദ്ദേഹം സംസാരിച്ച വചനങ്ങൾ ഉറപ്പും സത്യവുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 33. കൊയ്യുന്നവന് ലഭിക്കുന്നത് എന്താണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കൂലി. ക്വസ്റ്റ്യൻ നമ്പർ 34. ആദ്യം സ്ഥലം വിട്ടവർ ആരായിരുന്നു? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മുതിർന്നവർ. ക്വസ്റ്റ്യൻ നമ്പർ 35. മറിയത്തെ പിന്തുടർന്ന യഹൂദർ അവൾ എവിടെ പോകുമെന്ന് കരുതിയത് ആര്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശവകുടീരത്തിങ്കൽ. ക്വസ്റ്റ്യൻ നമ്പർ 36. നഥാനയേൽ യേശുവിനെ എന്ത് പേരിൽ വിളിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി റബ്ബി ദൈവപുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 37. വിധി ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പുത്രന്. ക്വസ്റ്റ്യൻ നമ്പർ 38. നീ ആരാണ് എന്ന് ചോദിച്ചതാര്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 39. വളരെ പേർ യേശുവിൽ വിശ്വസിച്ചത് ഏത് വാക്ക് പറഞ്ഞതിന് ശേഷമാണ്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഞാനൊന്നും സ്വമേധയാ ചെയ്യുന്നതല്ല. ക്വസ്റ്റ്യൻ നമ്പർ 40. ദൈവത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആമേൻ. ക്വസ്റ്റ്യൻ നമ്പർ 41. യേശു വെള്ളം വീഞ്ഞാക്കിയത് എവിടെയാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കാനായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 42. ജനങ്ങളുടെ കണ്ണുകൾ അന്ധമാക്കിയതും ഹൃദയം കഠിനമാക്കിയതും ആര്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി യഹോവ. ക്വസ്റ്റ്യൻ നമ്പർ 43. യേശു പരിചാരകരോട് എന്താണ് 2-ാം തവണ പറഞ്ഞത്? ശരിയായ ഉത്തരം
പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുപോകുവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. യേശു പറഞ്ഞ യഥാർത്ഥ അപ്പം എവിടെ നിന്നാണ് വരുന്നത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്വർഗത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 45. യേശു പത്രോസിനെ എവിടെയാണ് കണ്ടത്? യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അന്ത്രയോസ് കൊണ്ടുവന്നു. ക്വസ്റ്റ്യൻ നമ്പർ 46. യേശു ആരോടാണ് ചോദിച്ചത്? ഇവർക്ക് അപ്പം എവിടെ നിന്ന് വാങ്ങാം? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പീലിപ്പോസ്. ക്വസ്റ്റ്യൻ നമ്പർ 47. മറിയം യേശുവിന്റെ പാദങ്ങൾ നാർദിൻ തൈലം പുരട്ടിയത് എപ്പോൾ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അത്താഴ സമയത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 48. ദൈവത്തിന്റെ പേടകം അവർ ഡാഷ്. എന്നാൽ പേടകം എക്രോണിലെത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, എക്രോണിലേക്ക് അയച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 49. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ ആര് പുറന്തള്ളപ്പെടും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അധികാരി. ക്വസ്റ്റ്യൻ നമ്പർ 50. അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. ഡാഷ് വഴിയിലെത്തി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യൂദായിലേക്കുള്ള. ക്വസ്റ്റ്യൻ നമ്പർ 76. തന്നെ സ്വീകരിച്ച അവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം എന്തിനുള്ള കഴിവാണ് നൽകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവമക്കളാകാൻ. ക്വസ്റ്റ്യൻ നമ്പർ 77. ആരാണ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വന്നു വസിച്ചു എന്ന് യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 78. എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക എന്ന് കൽപ്പിച്ചത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 79. യേശു പഠിപ്പിച്ചു തുടങ്ങിയ സ്ഥലം ചോദിച്ചത് ആര്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 80. യേശു പറഞ്ഞത് എന്റെ പിതാവിന്റെ ആലയം എന്നത് എവിടെയാണ്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യെരുശലേം ആലയം. ക്വസ്റ്റ്യൻ നമ്പർ 81. ഹന്നയെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് എന്ത് മാത്രമേ നൽകിയിരുന്നുള്ളൂ, എന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഒരംശം. ക്വസ്റ്റ്യൻ നമ്പർ 82. യേശു ഗലീലയിൽ തന്നെയായിരുന്നു കാണുന്നത് എപ്പോൾ? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഹോദരന്മാർ പോകും വരെ. ക്വസ്റ്റ്യൻ നമ്പർ 83. തിരുനാൾ പകുതിയായപ്പോൾ ആര് ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 84. സമരിയക്കാർ എവിടെ നിന്നാണ് പുറപ്പെട്ടത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പട്ടണത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 85. ആരെ ഭയന്നിട്ടാണ് സുഖം പ്രാപിച്ചവന്റെ മാതാപിതാക്കൾ യേശുവിനെ കുറിച്ച് പറയാതിരുന്നത്? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 86. ആ ശബ്ദം ഫിലിസ്ത്യർ കേട്ടു. എഫ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്രാട്ടഹാസത്തിന് സൂചന എന്തെന്നവർ തിരക്കി. കർത്താവിന്റെ ഡാഷ് കൂടാരത്തിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 87. ആരും പോയ ശേഷം യേശുവും സ്ത്രീയും മാത്രമായി. ബാക്കിയായത് എവിടെയാണ്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നടുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 88. യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് എവിടെ എത്തി? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബഥാനിയ. ക്വസ്റ്റ്യൻ നമ്പർ 89. ഏലി കുടുംബത്തിന്റെ പാപത്തിന് എന്തൊരിക്കലും പരിഹാരമാകുകയില്ല? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബലികളും കാഴ്ചകളും. ക്വസ്റ്റ്യൻ നമ്പർ 90. ഏത് സ്ഥലത്തേക്കാണ് കാറ്റ് വീശുന്നതെന്ന് യേശു പറഞ്ഞു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അതിന്റെ ഇഷ്ടമുള്ളിടം. ക്വസ്റ്റ്യൻ നമ്പർ 91. ലോകത്തിനു വേണ്ടി മിശിഹ നൽകുന്ന അപ്പം എന്താണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അവന്റെ ശരീരം. ക്വസ്റ്റ്യൻ നമ്പർ 92. പുരോഹിതന്മാർ എന്ത് കൽപ്പിച്ചു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുവിനെ കണ്ടാൽ വിവരമറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 93. യഹൂദർ യേശുവിനോട് പറഞ്ഞത് എന്ത് വാക്കാണ്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നീ 3 ദിവസത്തിൽ പണിയുമോ? ക്വസ്റ്റ്യൻ നമ്പർ 94. നിക്കോദേമോസ് മുമ്പ് യേശുവിന്റെ അടുക്കൽ എവിടെ എത്തിയിരുന്നു? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാത്രിയിൽ വീട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 95. തങ്ങൾക്ക് മുമ്പേ വാഗ്ദാന പേടകം വഹിച്ചു കൊണ്ടുപോകുന്ന ആരുടെ കൂടെ ജനം ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു? ജോഷുവ 3-ാം അധ്യായത്തിൽ നിന്ന് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുരോഹിതന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 96. കല്ലെടുത്തപ്പോൾ യേശു ആദ്യം എന്ത് ചെയ്തു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കണ്ണുയർത്തി പ്രാർത്ഥിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 97. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ ഡാഷാണ് സുപ്രധാനം. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 98.
ഭയപ്പെടേണ്ട സിയോൻ പുത്രി എന്നത് ഏത് ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സക്കറിയ. ക്വസ്റ്റ്യൻ നമ്പർ 99. സൂര്യന് കീഴിൽ നടക്കുന്നതെല്ലാം പ്രവൃത്തികളും സഭാപ്രസംഗങ്ങൾ വീക്ഷിച്ചപ്പോൾ എല്ലാം എന്തായിട്ടാണ് തോന്നിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മിഥ്യയും പാഴ്വേലയും. ക്വസ്റ്റ്യൻ നമ്പർ 100. വെളിച്ചം വെറുക്കുന്നവൻ എന്തിനാണ് ഭയപ്പെടുന്നത്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വെളിപ്പെടൽ. നന്ദി. ക്വസ്റ്റ്യൻ നമ്പർ 51. കുരുടരും മുടന്തരും തളർവാദക്കാരും എവിടെ കിടന്നിരുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബേത്സൈദ കുളത്തിനടുത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 52. വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രോഗി. ക്വസ്റ്റ്യൻ നമ്പർ 53. കാരണം അത് മിഥ്യയിൽ ജനിച്ച് ഡാഷ് പോകുന്നു, അതിന്റെ നാമം അവിടെ തിരോഭവിക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അന്ധകാരത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 54. പുരോഹിതരും ഫരിസേയരും നൽകിയ ഉത്തരവ് എന്ത്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുവിനെ കണ്ടെത്തി അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 55. ആരും യേശുവിനെ പിടിച്ചില്ല, എന്തുകൊണ്ട്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലാത്തതിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 56. എൽക്കാന എന്തിനാണ് വർഷം തോറും തന്റെ പട്ടണത്തിൽ നിന്ന് ശീലോയിലേക്ക് പോകുമായിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനും. ക്വസ്റ്റ്യൻ നമ്പർ 57. യഥാർത്ഥ ആരാധകർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഇപ്പോൾ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 58. ദൈവത്തിന് മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ല, ആര് ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്നു? 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 59. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ബലിയർപ്പിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 60. പെസഹ തിരുനാൾ അടുക്കുമ്പോൾ യേശു ഏത് സ്ഥലത്തേക്ക് പോയി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജെറുസലേം. ക്വസ്റ്റ്യൻ നമ്പർ 61. എത്ര കുട്ട നിറയെ മിച്ചം ശേഖരിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 12.
ക്വസ്റ്റ്യൻ നമ്പർ 62. മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 63. യേശു പറഞ്ഞു, എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല, ഞാൻ ആയിരിക്കുന്നിടത്ത് ഡാഷ്. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിങ്ങൾ വരാൻ സാധിക്കുകയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 64. സൂര്യന് കീഴിൽ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട് ഞാൻ എന്ത് വെറുത്തു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവിതം. ക്വസ്റ്റ്യൻ നമ്പർ 65. അവർ പറഞ്ഞു, നിന്നിൽ പിശാചുണ്ട്. എപ്പോൾ? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു സത്യം പ്രസ്താവിച്ചപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 66. ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവനൊന്നും കാണാൻ കഴിയാത്ത വിധം എന്ത് മങ്ങി തുടങ്ങിയിരുന്നു? 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കാഴ്ച. ക്വസ്റ്റ്യൻ നമ്പർ 67. നിക്കോദേമോസ് യേശുവിനെ കാണാൻ രാത്രിയിലാണ് വന്നത്. ഇത് എന്ത് സൂചിപ്പിക്കുന്നു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവന്റെ ഭയം. ക്വസ്റ്റ്യൻ നമ്പർ 68. യേശു തന്റെ മരണത്തിന്റെ രീതിയെ സൂചിപ്പിച്ചത് എപ്പോൾ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 69. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു എന്ന വാക്യം യോഹന്നാൻ 8-ാം അധ്യായത്തിൽ ഏത് വചനം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വചനം 2. ക്വസ്റ്റ്യൻ നമ്പർ 70. എപ്പോൾ ഒരുവൻ നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവൻ വിശ്വസിക്കാതിരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 71. മർത്തായെയും മറിയത്തെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നത് ആരാണ്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 72. അവൻ ഉറങ്ങാൻ കിടക്കുന്ന ഡാഷ് നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്ഥലം. ക്വസ്റ്റ്യൻ നമ്പർ 73. തിന്മ ചെയ്തവർ ഏത് ഉയർപ്പിനായി വരും? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശിക്ഷാവിധിയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 74. സ്ത്രീ പറഞ്ഞത് വന്നു കാണുവിൻ എവിടെയായിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമരിയ പട്ടണത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 75. മിച്ചം വന്ന കഷ്ണങ്ങൾ ശേഖരിച്ചപ്പോൾ എത്ര കുട്ട നിറഞ്ഞു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 12.
വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.